ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ലേറ്റസ്റ്റായി ചോദിച്ച PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1ഉം 2ഉം മാത്രമാണ്. അതായത് മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. താഴെ കൊടുത്തിരിക്കുന്നവ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 4 മാത്രം. അതായത് ഫക്രാനഗർ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. ഫക്രാനഗർ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, 2, 3 മാത്രം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ വാഗ്ഭടാനന്ദ ഗുരു കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. വക്ക അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എല്ലാം ശരിയാണ്. GM ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപർ ആയിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. അപ്പം വക്ക അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളവ GM ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപർ ആയിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് 1, 2, 3. സവർണ ജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ടുള്ള ശരിയായ പ്രസ്താവന സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. താഴെ പറയുന്ന രാജാറാം മോഹൻ റോയ് രചനകളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ 4 മാത്രമാണ് പെടാത്തത്. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ കൃതികൾ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫത്തുൽ മുഹൈദ്ദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി 2ഉം 3ഉമാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈൻതാലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ ജോഡി ഏത്? 1 മാത്രമാണ് തെറ്റായ ജോഡി. നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോണ്. ഇത് ഇത്രയും ശരിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നമച്ച പർവ്വതയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. നൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചസാര വ്യവസായം. ഉരുക്ക് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്നത് മധ്യപ്രദേശ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്ന? ആഗോള സുസ്ഥിര വികസനം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിൽ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിച്ച വർഷം 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. താഴെ പറയുന്നവ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. ഫ്യൂഡൽ നികുതി നൽകുക എന്നത് തെറ്റായിട്ടുള്ളതാണ്.
ബാക്കി രണ്ടും ശരിയാണ്. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക എന്നിവ 1920 നിസ്സഹകരണ പ്രസ്ഥാനവും ബന്ധപ്പെട്ടവയാണ്. താഴെ പറയുന്ന ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണെന്ന് വെച്ചാൽ നവമഞ്ചരിയാണ്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ് എന്ന് വെച്ചാൽ ധോളവീരയാണ്. ജലസംഭരണിയുടെ അവശിഷ്ടം കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളവീര. ചുവടെ കൊടുത്തിരിക്കുന്ന ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഒന്ന് മാത്രമാണ് ആനി ബസന്റുമായി ബന്ധമില്ലാത്തത്. ബാക്കി രണ്ടും ശരിയാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. എന്നാണ് ഹോം റൂൾ പ്രസ്ഥാനം? 1916 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1D സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28 വരെയുള്ള വകുപ്പ്. ചൂഷണത്തിനെതിരെയുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് 23, 24 വരെയുള്ള വകുപ്പുകൾ. അപ്പം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19, 22, സമത്വത്തിനുള്ള അവകാശം 14, 18, മതസ്വാതന്ത്ര്യം 25, 28, ചൂഷണത്തിനെതിരായുള്ള അവകാശം 23, 24. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ചുവടെ കൊടുത്തിരിക്കുന്നവ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇവയെല്ലാം. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികസനം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. താഴെ പറയുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1ഉം 2ഉമാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിലുന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ. അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിന് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം. താഴെ പറയുന്നതിൽ